എങ്ങനെ ഒരു ബിസിനസ് ലാഭകരമാക്കാം. നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ ലാഭം നേടുന്നുണ്ടോ അല്ലെങ്കിൽ വെറുതെ കഷ്ടപ്പെടുന്നുണ്ടോ? ദിവസവും ഒരു നിശ്ചിത തുകയ്ക്ക് ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മളെല്ലാവരും നോക്കുന്നത് എത്രയാണ് സെയിൽസ് നടക്കുന്നതെന്നാണ്. കൃത്യമായി അതിൻ്റെ പ്രോഫിറ്റ് മാർജിൻ ശ്രദ്ധിക്കുമ്പോഴാണ് യഥാർത്ഥമായ കാര്യങ്ങൾ മനസ്സിലാകുന്നത്. വരുമാനം ഉണ്ടെങ്കിലും ചിലവുകൾ നിയന്ത്രണ വിധേയമല്ല. വൻ ചെലവുകൾ മൂലം ലാഭം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു വിഷയമുണ്ട്. അതുപോലെ തന്നെ ബിസിനസ് മുന്നോട്ട് പോകണമെങ്കിൽ ലാഭം വർദ്ധിക്കേണ്ടതുണ്ട്. ഓരോ ദിവസത്തെ വരുമാനം എടുക്കുമ്പോൾ വലിയ ലാഭം പെർസെൻറ്റേജിലാണ് പ്രൊഡക്റ്റ് വിൽക്കുന്നെങ്കിലും അതിൻ്റെ നെറ്റ് പ്രോഫിറ്റ് എടുക്കുന്ന സമയത്ത് വളരെ ചുരുങ്ങിയ തോതിലാണ് കാണപ്പെടുന്നത്. എന്താണ് ഇതിനൊരു പരിഹാരം? വിൽക്കുന്ന പ്രൊഡക്റ്റ് വില കൂട്ടി വെക്കുക എന്നുള്ളത് ഒരിക്കലും ചില സാഹചര്യങ്ങൾ സാധിക്കുന്നതല്ല. കൂടുതൽ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുക എന്നുള്ളത് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള പാഷനറ്റ് ആയിട്ടുള്ള സെയിൽസ് ടീമും വളരെ ഉന്നതമായ മാനേജേഴ്സ് അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ ഉടമ ഒരുമിച്ച് നിന്നുകൊണ്ട് കച്ചവടത്തെ ഉയർത്താൻ സാധിക്കും. പിന്നെ ചെലവുകൾ കുറക്കുന്ന കാര്യത്തിൽ ഒരു പരിധിവരെ നമുക്ക് കുറക്കാനും സാധിക്കും. കൃത്യമായി വരവ് ചെലവുകൾ നോക്കുമ്പോൾ മാത്രമേ ആ ഒരു വിഷയത്തിൽ ശ്രദ്ധ കൊടുക്കാൻ സാധിക്കൂ എന്നുള്ളതാണ്. തുടർച്ചയായി ഇത്രയും കാര്യങ്ങൾ വളരെ നന്നായി നോക്കുന്നതിലൂടെ ദിവസ വരുമാനം തീർച്ചയായിട്ടും വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ചിലവ് കുറക്കുകയും ചെയ്യാം, ലാഭം കൂട്ടാനും സാധിക്കും. പിന്നെ ബിസിനസ് കൃത്യമായിട്ട് വികസിപ്പിക്കാൻ കൃത്യമായൊരു പ്ലാനിംഗ് നിർബന്ധമാണ്. നിങ്ങളുടെ ബിസിനസ് വേഗത്തിൽ വളർത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? കൂടുതൽ ടിപ്സുകൾ അറിയാൻ നിങ്ങൾ ഇതിൽ ഫോളോ ചെയ്യുക. നിങ്ങളുടെ കൂടുതൽ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.